ഏറ്റവും ആദ്യമായി സ്കൂളിലേക്ക് വരുന്ന ചെറിയ കുട്ടികൾ LKG സ്റ്റുഡൻസിനെ എങ്ങനെ ഭാഷ എഴുത്തും വായനയും പഠിക്കുന്നതിന് മുമ്പ് പഠിപ്പിക്കാൻ എന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം അവരെ പഠിപ്പിക്കാൻ പോകുന്നത് അവരുടെ ശരീരഭാഗങ്ങളുടെ ഇംഗ്ലീഷ് പേരുകളാണ്. ഇത് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ ക്ലാസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ കളി വിട്ടുവരുന്ന ഒരു സമയമാണ്. സ്കൂൾ എന്നുള്ളത് ആദ്യ അനുഭവമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധ കുറവുള്ള ഒരു സമയമാണ്. അപ്പൊ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് പേപ്പർ, A4 ഷീറ്റ് എല്ലാ കുട്ടികൾക്കും നമ്മൾ വിതരണം ചെയ്യുക. അങ്ങനെ വിതരണം ചെയ്തതിന് ശേഷം നമ്മൾ ബോർഡിൽ ഒരു വലിയൊരു വട്ടം വരയ്ക്കും. ഈ വട്ടം വരച്ചതിന് ശേഷം കുട്ടികളോട് വരയ്ക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അത് എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ ചില കുട്ടികൾ അത് വട്ടം എന്നെല്ലാം പറയും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്യണം. ദിസ് ഈസ് എ സർക്കിൾ. ഓക്കെ, ഈ സർക്കിൾ എന്നുള്ള വാക്ക് നമ്മൾ പല പ്രാവശ്യം നമ്മൾ ആവർത്തിക്കണം. ഓക്കെ, അപ്പൊ ചില കുട്ടികൾക്ക് മനസ്സിലാവും, ചില കുട്ടികൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ദിസ് ഇസ് എ സർക്കിൾ, ദിസ് ഇസ് എ സർക്കിൾ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ കുട്ടികളോട് ചോദിക്കുക വാട്ട് ഇസ് ദിസ്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് എ സർക്കിൾ എന്ന് നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഉള്ളിൽ രണ്ട് ചെറിയൊരു വട്ടം കൂടി വരക്കുക. എന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കുക. വാട്ട് ഇസ് ദിസ് എന്ന് തന്നെ നമ്മൾ ആവർത്തിച്ച് ചോദിക്കണം. അവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മൾ ആവർത്തിച്ച് വാട്ട് ദിസ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ചില കുട്ടികൾ അത് ഒരു കണ്ണിന്റെ ഷേപ്പ് അവർക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ദിസ് ഇസ് എ സർക്കിൾ എന്നവർ പറയും. ദിസ് ഇസ് എ ഐ എന്നവർ പറയും. ഓക്കെ, അങ്ങനെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ദിസ് ഈസ് യുവർ ഐ, ദീസ് ആർ യുവർ ഐസ് എന്ന് നമ്മൾ അവർക്ക് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് അവരോട് ടച്ച് യുവർ ഐസ് എന്ന് പറയുക. ഓക്കെ, ഓരോ കുട്ടികളോടും ആവർത്തിച്ചിട്ട് ചോദിക്കുക ടച്ച് യുവർ ഐസ്. നമ്മൾ ടച്ച് ചെയ്ത് കാണിച്ചുകൊണ്ട് തന്നെ പറയും. അപ്പോൾ ടച്ച് എന്നുള്ളൊരു പദം അവർ പഠിക്കും. ടച്ച് യുവർ ഐസ്. നമ്മൾ എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ടച്ച് എന്നുള്ളൊരു വാക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓരോ കുട്ടികളോട് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ടച്ച് എന്നുള്ള വാക്കും ഐ എന്നുള്ള വാക്കും പഠിക്കും. ഓക്കെ, അതിനുശേഷം ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതിന്റെ നടുക്ക് ഒരു മൂക്കിന്റെ ആകൃതി. എന്നിട്ട് വാട്സ് ദിസ് എന്ന് ചോദിക്കുക. അപ്പൊ മിക്കവാറും കുട്ടികൾ പറയും അത് മൂക്കാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു ഓക്കെ യെസ് ദിസ് ഈസ് യുവർ നോസ്. ഓക്കെ, ടച്ച് യുവർ ഐസ്, ടച്ച് യുവർ നോസ്, ടച്ച് യുവർ ഐസ്, ടച്ച് യുവർ നോസ് എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ലിപ്പ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ടച്ച് യുവർ ലിപ്പ് എന്ന് പറയുക. ടച്ച് യുവർ ഐസ് എന്ന് പറയണം, ടച്ച് യുവർ നോസ് എന്ന് പറയണം, ടച്ച് യുവർ ലിപ്പ് എന്ന് പറയണം. അങ്ങനെ ശരീരത്തിന്റെ ഒരേ ഭാഗങ്ങൾ ഇയേഴ്സ് വരയ്ക്കണം, ഹെയർ വരയ്ക്കണം, ടീത്ത് വരയ്ക്കണം, ടങ്ക് വരയ്ക്കണം, ഹാൻഡ്സ് വരയ്ക്കണം, ബോഡി വരയ്ക്കണം, ലെഗ് വരയ്ക്കണം. അങ്ങനെ ഓരോന്നും വരച്ചതിന് ശേഷം ഓരോ ഭാഗം ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളോട് ടച്ച് യുവർ leg please, touch your hand please, touch your nose please, touch your head please, touch your ears please. അങ്ങനെ കുട്ടികൾക്ക് എല്ലാം മനസ്സിലായി എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു രസകരമായ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി കുട്ടികളെ സർക്കിളായി നിർത്തുകയാണ് ചെയ്യുക. അങ്ങനെ സർക്കിളായി നിർത്തിയതിനു ശേഷം അധ്യാപകൻ എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുട്ടികളോട് ഒരു സജഷൻ കൊടുക്കണം. ഓക്കെ, ടച്ച് യുവർ ഹെഡ് എന്ന് പറയുക. അപ്പൊ കുട്ടികളെല്ലാം അവരുടെ ഹെഡ് ടച്ച് ചെയ്യും. ടച്ച് യുവർ നോസ് എന്ന് പറയുക. അപ്പൊ കുട്ടികൾ നോസ് ടച്ച് ചെയ്യും. ടച്ച് യുവർ ലെഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയർ ടച്ച് ചെയ്യുക. അപ്പോൾ ലെഗ് എന്താണ് എന്ന് മനസ്സിലായ കുട്ടികൾ ലെഗ് ടച്ച് ചെയ്യും. അല്ലാത്ത കുട്ടികൾ നിങ്ങൾ ആക്ഷൻ കണ്ടിട്ട് ഇയേഴ്സ് ടച്ച് ചെയ്യും. അങ്ങനെ ഇയേഴ്സ് ടച്ച് ചെയ്ത കുട്ടികൾ ആ സർക്കിളിൽ നിന്ന് ഔട്ട് ആയിരിക്കും. ഓക്കെ, ലെഗ് ടച്ച് ചെയ്ത കുട്ടികളെ ആ സർക്കിളിൽ നിർത്തും നമ്മൾ. എന്നിട്ട് വീണ്ടും തുടരും. അത് സ്പീഡിൽ ഇങ്ങനെ വീണ്ടും കളിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ടച്ച് യുവർ ഹാൻഡ്, ടച്ച് യുവർ ഇയേഴ്സ്, ടച്ച് യുവർ നോസ്, ടച്ച് യുവർ ഹാൻഡ്, ടച്ച് യുവർ ലെഗ്, ടച്ച് യുവർ നോസ്, ടച്ച് യുവർ മൗത്ത്, ടച്ച് യുവർ ഹെഡ് എന്നുള്ളതിന് പകരം ഹെഡ് പിടിച്ച് ടച്ച് യുവർ നോസ് എന്ന് പറയാം. അപ്പൊ നോസ് മനസ്സിലായ കുട്ടികൾ നോസ് ടച്ച് ചെയ്യും, അല്ലാത്തവർ ഹെഡ് ചെയ്യും. അങ്ങനെ ഹെഡ് ടച്ച് ചെയ്ത കുട്ടികൾ വീണ്ടും മാറ്റി നിർത്തുക. അങ്ങനെ അവസാനം റൗണ്ടിൽ 1-2 കുട്ടികളുണ്ടാവും. അതിൽ ഏറ്റവും അവസാനം വരുന്ന കുട്ടിയെ വിജയിയായി നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. സ്വാഭാവികമായിട്ടും തോറ്റ കുട്ടികൾക്ക് ഒന്നുകൂടി അവർ വീണ്ടും കളിക്കണം എന്ന് ആവശ്യപ്പെടും. അങ്ങനെ വീണ്ടും അവരെ കൊണ്ട് കളിപ്പിക്കുക. അങ്ങനെ പൂർണ്ണമായും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാവുന്നത് വരെ കുട്ടികളെ കൊണ്ട് അങ്ങനെ കളിപ്പിക്കുക. അപ്പോൾ വളരെ പൂർണ്ണമായ അറ്റൻഷൻ അതിലേക്ക് കിട്ടും. ഒരു ക്ലാസ് വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് വളരെ റിസ്ക് ഇല്ലാതെ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ ഒരു 30 to 35 മിനിറ്റിന്റെ ഉള്ളിൽ ശരീരഭാഗങ്ങൾ മൊത്തം കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ കഴിയുന്ന അവസ്ഥയിലെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ കുട്ടികളെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം ഓരോ ശരീരഭാഗങ്ങൾ ടച്ച് ചെയ്തിട്ട് പറയാൻ വേണ്ടി പറയുക. ആദ്യം ഉദാഹരണം എന്നുള്ള രീതിയിൽ അധ്യാപകൻ തന്നെ പറയണം. This is my head, this is my nose, this is my ear, this is my hand, this is my leg, and this is my hand എന്നിങ്ങനെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ ഓരോ ശരീരഭാഗങ്ങളെയും വളരെ സെന്റൻസ് ആയിട്ട് തന്നെ ഡിസീസ് എന്ന് യൂസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇത്തരം ഗെയിം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ
ഓരോ ശരീരഭാഗങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന ആക്ഷനുകൾ എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം.